Hello everyone. Today we are going to do the next topic, processing crime and incident scenes. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെൽഫോണും മൊബൈൽ ഫോൺ ഫോറൻസിക്സും ആണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു, പരീക്ഷയ്ക്ക് നമ്മൾ കേസ് സ്റ്റഡീസ് ഫസ്റ്റ് പേപ്പറിൽ ഉണ്ടാവും. ഈ കേസ് സ്റ്റഡീസിന് ആൻസേഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ ഫോറൻസിക്സും ഈ വരുന്ന അടുത്ത രണ്ട് ടോപ്പിക്കുകളുമാണ് നിങ്ങൾക്ക് ആവശ്യമായി വരിക. നന്നായിട്ട് അതുകൊണ്ട് പഠിച്ച് അതിൻ്റെ പോയിന്റ്സ് എല്ലാം ഓർത്തിരിക്കണം. ഓക്കെ, സോ ടുഡേ ദിസ് ഇസ് ഓൾസോ ദ സെയിം ടെക്സ്റ്റ് ബുക്ക്, ഗൈഡ് ടു കമ്പ്യൂട്ടർ ഫോറൻസിക്സ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ്, 4th എഡിഷൻ. ചാപ്റ്റർ 5 ആണ് പ്രോസസിങ് ക്രൈം ആൻഡ് ഇൻസിഡന്റ് സീൻസ്. ഇതിലെ ഒത്തിരി കാര്യങ്ങൾ വി ഹാവ് ഓൾറെഡി സീൻ ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററിലും ആയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കുറേ ടോപ്പിക്കുകൾ ഓൾറെഡി കണ്ടതാണ്. സോ യു മൈറ്റ് ഫീൽ ലൈക്ക് യു നോ there are few repetitions, but still ഇതാണ് ഒരു ബേസിക് സ്റ്റെപ്സ് in proceeding with computer forensics. ഇവിടെ ഇതിൻ്റെ അകത്താണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, the first section is identifying digital evidence. എവിഡൻസ് നമുക്ക് കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം എവിടൊക്കെ എവിഡൻസ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, എവിടൊക്കെയാണ് എവിഡൻസ് ഉള്ളതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത്, if you need to speak to the management or the administrator of that particular organization, അവരുമായിട്ട് സംസാരിച്ച് ഒരു ലിസ്റ്റ് ആദ്യം കമ്പൈൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആക്ച്വൽ എവിഡൻസ് കളക്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ്, വാട്ട് ഈസ് ഡിജിറ്റൽ എവിഡൻസ്? Okay, any information that is stored or transmitted in a digital format is digital evidence. US digital evidence is accepted just as physical evidence. All countries angane digital evidence accept cheyyunnadalla. Okay, digital data ennu parayunnathu oru tangible object aayittaan US courts, most of the states US courts accept cheyyunnu. Okay, ini all digital evidence പ്രിന്റ് ചെയ്ത് കോർട്ടിൽ കൊടുക്കണം എന്നായിരുന്നു ഒറിജിനലി റൂൾ. പക്ഷെ ഇപ്പോഴത്തെ ബിക്കോസ് ഓഫ് ലാർജ് അമൗണ്ട്സ് ഓഫ് ഡേറ്റ that will probably be needed to be presented as evidence, ഇപ്പം സോഫ്റ്റും അലൗ ചെയ്യുന്നുണ്ട്. ഓക്കെ, now what are the general tasks? ഇൻവെസ്റ്റിഗേറ്റർ ഡിജിറ്റൽ എവിഡൻസ് കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടാസ്കുകൾ, സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഐഡന്റിഫൈ ഡിജിറ്റൽ ഇൻഫർമേഷൻ ഓൺ ആർട്ടിഫാക്ട്സ്. ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത് എന്തുവാ? നേരത്തെ ഉണ്ടായിരുന്ന മെമ്മറി ലൊക്കേഷനിലോ കമ്പ്യൂട്ടറിലോ ഉണ്ടായിരുന്ന എവിഡൻസ് ആണ് ഡിജിറ്റൽ ഇൻഫർമേഷൻ ഓർ ആർട്ടിഫാക്ട്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എവിഡൻസ്. അടുത്ത സ്റ്റെപ്പ് എന്തുവാ? വൺസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കളക്ട് ചെയ്യുക, പ്രിസർവ് ചെയ്യുക, ഡോക്യുമെന്റ് ചെയ്യുക. ഓക്കെ, സോ ദീസ് സ്റ്റെപ്സ് വി ഹാവ് സീൻ ഏർലിയർ. ഈ ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺസ് വി ഹാവ് കളക്റ്റഡ് ആൻഡ് പ്രിസർവ് ദി എവിഡൻസ്, പിന്നത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എവിഡൻസിനെ അനലൈസ് ചെയ്ത് നമ്മളുടെ കേസിന് യൂസ്ഫുൾ ആയിട്ടുള്ള എവിഡൻസിനെ ഐഡന്റിഫൈ ചെയ്ത് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനുശേഷം ലാസ്റ്റിൽ വി ഹാവ് സീൻ ദാറ്റ് വി ഹാവ് ടു റീകൺസ്ട്രക്ട് ദ ക്രൈം. ഓക്കെ, സോ റീബിൽഡിംഗ് ദ എവിഡൻസ് ഓർ by repeating a particular task to verify that the results are the same. പല പ്രാവശ്യം നമ്മൾ പല സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത്, ടൂൾസ് യൂസ് ചെയ്ത് സെയിം ടാസ്ക് നമ്മൾ ചെയ്യുന്നു, എന്നിട്ട് ഔട്ട്പുട്ട് സെയിം ആണെന്ന് വെരിഫൈ ചെയ്യുന്നു. ഈ റീകൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന സ്റ്റെപ്സ് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നേരത്തെ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ കാണിക്കുക. ഓക്കെ, നൗ അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സും, വി കളക്ട് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പ്രോസസ്സിംഗ് എ ക്രിമിനൽ ഓർ ഇൻസിഡന്റ് സീൻ മസ്റ്റ് ബി ഡൺ സിസ്റ്റമാറ്റിക്കലി. എന്ന് വെച്ചാൽ എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് പ്രയറായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ സ്റ്റെപ്പ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റിൽ ടാസ്കുകൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഓൾസോ വി ഹാവ് സീൻ earlier. Now, rules of evidence also നമ്മൾ നേരത്തെ കണ്ടതാണ്. Consistent practices help verify your work and enhance your credibility. ആദ്യത്തെ റൂൾ ഓഫ് എവിഡൻസിന്റെ ആക്യുറേറ്റ് ആയിരിക്കണം, നമ്മൾ അതൊക്കെ നേരത്തെ കണ്ടതാണ്. പ്രസന്റബിൾ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡോക്യുമെന്റേഷൻ ഉണ്ടായിരിക്കണം. നമ്മുടെ വർക്ക് മറ്റുള്ളവർക്ക് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ എവിഡൻസ് കറക്റ്റ് ആണ് എന്ന് അവര്
അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് ആസ് ആൻ ഇൻവെസ്റ്റിഗേറ്റർ ഓൾസോ നമ്മുടെ വർക്ക് ക്രെഡിബിൾ ആണ് എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് നെസസറി. അടുത്തത് റൂൾസ് ഓഫ് എവിഡൻസ്. ആ സ്റ്റേറ്റിന്റെ ആ കൺട്രിയുടെ റൂൾസ് ഓഫ് എവിഡൻസ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ദാറ്റ് ഇസ് കോൾഡ് കംപ്ലയൻസ്. ഓക്കെ. അടുത്തത് the evidence that is admitted in criminal cases. It could be used in civil suits or in any other area. Okay. When we are doing forensics, എല്ലാ റൂൾസും ഡയറക്റ്റീവ്സും സ്റ്റെപ്സും പുതിയ ടൂൾസ് ഇതെല്ലാം we should be up to date. So we should keep current on the latest rulings and directives on collecting, processing, storing and admitting digital evidence. Okay. അടുത്ത കാര്യം, ഡിസ്കവർ ചെയ്യുന്ന ഡേറ്റ ഓൺ എക്സാമിനേഷൻ മസ്റ്റ് ഫോൾ അണ്ടർ ദ സ്റ്റേറ്റ്സ്. ഏത് പ്ലേസിലാണോ നമ്മൾ അവരുടെ റൂൾ ഓഫ് എവിഡൻസിന് ഫോളോ ചെയ്യണം. ഇത് US ഉള്ള ടെക്സ്റ്റ് ബുക്ക് ആയത് കാരണമാണ് ഫെഡറൽ റൂൾസ് ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏത് കൺട്രിയിലാണോ അവിടുത്തെ റൂൾസ് ആണ് നമ്മൾ നോക്കേണ്ടത്. Okay. Now, digital evidence is unlike other physical evidence because പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ കറപ്ഷൻസ് ഒന്നും വന്നിട്ടില്ല എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. സോ ടു ഡിറ്റക്ട് ചേഞ്ച്, ഒറിജിനൽ ഡേറ്റയെ ഒരിക്കലും നമ്മൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ്സിലായിരിക്കണം വർക്ക് ചെയ്യുന്നത്. അത് കൂടാതെ ഹാഷും എൻക്രിപ്ഷൻ മെത്തേഡ്സും ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ കാണിക്കാൻ പറ്റണം ദാറ്റ് ചേഞ്ച് ഹസ് നോട്ട് ഒക്കേർഡ്. ഓക്കെ. നെക്സ്റ്റ്, കോർട്ടുകളിൽ കമ്പ്യൂട്ടർ റെക്കോർഡ്സ് ഓക്കെ ആർ നോർമലി ഇന്റർപ്രറ്റഡ് ആസ് ഹിയർസേ. ഹിയർസേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് എവിഡൻസ് ആണ്, ഡയറക്റ്റ് എവിഡൻസ് അല്ല എന്നാണ് നോർമലി കോർട്ടുകളിൽ എടുക്കുന്നത്. പക്ഷെ അത് ആദ്യത്തെ ആളിന് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഹിയർസേ അല്ല. ഓക്കെ. സോ ദാറ്റ് ഇസ് അനദർ. ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് റൂൾസ് ഓഫ് എവിഡൻസ്. അടുത്തത് ബിസിനസ് റെക്കോർഡിന്റെ എക്സംഷൻ റൂൾ. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. റെക്കോർഡ്സ് ഓഫ് റെഗുലർലി കണ്ടക്റ്റഡ് ആക്ടിവിറ്റി സച്ച് ആസ് മെമ്മോസ്, റിപ്പോർട്ട്സ്, റെക്കോർഡ്സ് ഓർ ഡേറ്റ കമ്പൈലേഷൻസ്. അങ്ങനത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഹാൻഡ് എവിഡൻസ്, ഹിയർസേ അല്ല, ഫസ്റ്റ് ഹാൻഡ് എവിഡൻസ് ആയിട്ട് കോർട്ടുകളിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ബിസിനസ് റെക്കോർഡ്സ്. ഓക്കെ. അടുത്തത്, ജനറലി കമ്പ്യൂട്ടർ റെക്കോർഡ്സ് ആർ കൺസിഡേർഡ് അഡ്മിസിബിൾ ഇഫ് ദേ ക്വാളിഫൈ ആസ് എ ബിസിനസ് റെക്കോർഡ്. ഓക്കെ. ഇനി കമ്പ്യൂട്ടർ റെക്കോർഡ്സ് തന്നെ രണ്ട് രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ ജനറേറ്റഡ് റെക്കോർഡ്സ് ഉണ്ട്, കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന റെക്കോർഡ്സ് ഉണ്ട്. ഓക്കെ. സോ ഇഫ് ഇറ്റ് ഇസ് എ ബിസിനസ് റെക്കോർഡാണ്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന റെക്കോർഡ്സ് ആണ് എന്ന് കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഹിയർസേ ആയിട്ടല്ല, അഡ്മിസിബിൾ ഇൻ കോർട്ടായിട്ടാണ് അത് എടുക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, കമ്പ്യൂട്ടർ റെക്കോർഡ്സ് acceptable in court അല്ലെങ്കിൽ admissible in court ആയിരിക്കണം എന്നുണ്ടെങ്കിൽ we should be able to show that it is authentic and it is trustworthy. അപ്പോൾ ചേഞ്ചസ് വന്നിട്ടില്ല എന്നും അത് നമ്മൾ സെക്യൂർ ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്നും കാണിക്കാൻ പറ്റുവാണെങ്കിൽ കമ്പ്യൂട്ടർ റെക്കോർഡ്സിന് നോർമൽ കേസിൽ കോർട്ടിൽ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ. ഇനി കമ്പ്യൂട്ടർ ജനറേറ്റഡ് റെക്കോർഡ്സ് ആർ കൺസിഡേർഡ് ഒത്തന്റിക് ബിക്കോസ് പ്രോഗ്രാം സോഫ്റ്റ്വെയർ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റിംഗ്സ് അനുസരിച്ച് അതാത് സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന റെക്കോർഡ്സ്, അല്ലാതെ ഒരാൾ ചെയ്യുന്നതല്ലാത്തത് കാരണം കമ്പ്യൂട്ടർ പ്രോപ്പറായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നതെങ്കിൽ പ്രോപ്പർ റെക്കോർഡ്സ് ആണെന്നുള്ളതാണ് ഓൾവേസ് ദി അസംഷൻ. ഓക്കെ. ഇനി എവിഡൻസ് കളക്ട് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്സ്, പ്രോപ്പർ ഫോറൻസിക് ടൂൾസ് യൂസ് ചെയ്ത് എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ then also the computer evidence is considered to be authentic and admissible in court. Okay. ഇനി if an attorney challenges a digital evidence, അതിനാണ് നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത്. നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു എവിഡൻസ് കോർട്ടിൽ കക്ഷിയുടെ വക്കീല് അതിനെ ചാലഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്റ്റെപ്സ് കാണിക്കാനായിട്ട് പറ്റണം. ഏത് ഡേറ്റയിൽ ഏത് ടൂൾസ് യൂസ് ചെയ്ത് എന്ത് മെത്തേഡ്സ് നമ്മൾ അപ്ലൈ ചെയ്താണ് നമ്മൾ ആ എവിഡൻസ് ഗ്യാദർ ചെയ്തതെന്ന് കാണിക്കാൻ പറ്റണം. അതേ കാര്യം അവർ ചെയ്യുമ്പം സെയിം റിസൾട്ട്സ് ആണ് കിട്ടുന്നതെന്ന് അവർക്ക് എൻഷുർ ചെയ്യാനും പറ്റണം. Okay. So we should be able to show that the original evidence has not been altered or damaged and that the tools that we have used are forensically sound. ഈ കാര്യങ്ങളാണ് നമുക്ക് കാണിക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി
കമ്പ്യൂട്ടർ സ്റ്റോർഡ് റെക്കോർഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റാണ് ഒത്തൻറ്റിസിറ്റി പ്രൂവ് ചെയ്യുന്നത്. ആ എഴുതിയ ആളിൻ്റെ, ക്രിയേറ്റ് ചെയ്ത ആളിൻ്റെ ഡീറ്റെയിൽസ്. അത് നോർമൽ കേസിൽ മൈക്രോസോഫ്റ്റിൻ്റെ വേർഡോ എക്സലോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണെങ്കിൽ ഈ ആരാണ് ഒറിജിനലി ഓണർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ റെക്കോർഡ് എന്ന് പറയുന്നത് വിൽ ബി ദെയർ ഇൻ ദ മെറ്റാഡേറ്റ. ആ മെറ്റാഡേറ്റ വെച്ചിട്ട് ഏത് സമയത്ത് ആരാണ്, ആൻഡ് ലോഗ്സും ഉണ്ടാവും, ഓരോ സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് വരുത്തി, അത് ആരാ വരുത്തിയത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി മെറ്റാഡേറ്റയിൽ സ്റ്റോർഡ് ആയിരിക്കും. ആ എവിഡൻസ് ആയിരിക്കും കമ്പ്യൂട്ടർ സ്റ്റോർഡ് റെക്കോർഡ്സിൽ ഒത്തൻറ്റിസിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, നൗ FTK നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടതാണ്, ഇസ് എ ഫോറൻസിക് ടൂൾ. ഈ FTK യൂസ് ചെയ്ത് മെറ്റാഡേറ്റ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. ദിസ് ഇസ് ദ സ്റ്റെപ്സ് ടു ഷോ ദ മെറ്റാഡേറ്റ ഫോർ എ വേർഡ് ഡോക്യുമെന്റ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഡോക്യുമെന്റിന്റെ മെറ്റാഡേറ്റ എടുക്കാനായിട്ട് FTK എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നത്. ആദ്യം ഈ വാർണിംഗ് ബോക്സ് അപ്പിയർ ചെയ്യുമ്പം ക്ലിക്ക് ഓൺ നോ ആൻഡ് 2 ഓക്കെ. അത് കഴിയുമ്പോൾ ഡയറക്റ്റ്ലി ഇറ്റ് വിൽ സ്റ്റാർട്ട് വർക്കിംഗ് വിത്ത് ദ പ്രോഗ്രാം. ഫയലിനെ ആക്സസ് ചെയ്ത് ആഡ് എവിഡൻസ് കൊടുക്കുക. FTK ഫോറൻസിക് എവിഡൻസ് കളക്ഷൻ ടൂൾ ആണ്. സോ യു ഹാവ് ടു ക്ലിക്ക് ഓൺ ഫയൽ ആൻഡ് ക്ലിക്ക് ഓൺ ആഡ് എവിഡൻസ്. അത് കഴിഞ്ഞിട്ട് പേര്, നമ്മുടെ ആരാണോ ഇൻവെസ്റ്റിഗേറ്റർ ആ ഇൻവെസ്റ്റിഗേറ്ററിന്റെ പേര് എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് ആഡ് എവിഡൻസ് ബട്ടണിനെ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ വേർഡ് ഡോക്യുമെന്റിനെ അപ്ലോഡ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. സോ ഇൻഡിവിജ്വൽ ഫയലിനെ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് യു ഡബിൾ ക്ലിക്ക് ഓൺ ദ വേർഡ് ഡോക്യുമെന്റ്, ദെൻ ക്ലിക്ക് ഓക്കെ, നെക്സ്റ്റ്, കണ്ടിന്യൂ. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തത് എന്തുവാ, പർട്ടിക്കുലർ വേർഡ് ഡോക്യുമെന്റിനെ എവിഡൻസ് ആയിട്ട് FTKയിൽ രജിസ്റ്റർ ചെയ്ത് അപ്ലോഡ് ചെയ്തു. ഓക്കെ, ഇനി ഫയൽ കാറ്റഗറി എടുത്തിട്ട് ക്ലിക്ക്, കാരണം വേർഡ് ഡോക്യുമെന്റ് ആയതുകൊണ്ട് ഡോക്യുമെന്റ് ആണ് ഫയൽ കാറ്റഗറി. സോ ഫയൽ കാറ്റഗറി എടുത്ത് ഡോക്യുമെന്റ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡോക്യുമെന്റിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ പല ഡോക്യുമെന്റ്സ് അപ്ലോഡഡ് ആണെങ്കിൽ ഏത് ഡോക്യുമെന്റിന്റെ മെറ്റാഫയൽ ഡേറ്റ ആണോ നമുക്ക് വേണ്ടിയത് ആ ഡോക്യുമെന്റിനെ സെലക്ട് ചെയ്തിട്ട് വ്യൂ ഫയൽസ് ഇൻ നേറ്റീവ് ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ നേറ്റീവ് ഫോർമാറ്റിൽ വ്യൂ ചെയ്യുമ്പോൾ കാണിക്കുന്നത് ഇറ്റ് ഷോസ് ദ ടെക്സ്റ്റ് ടൈപ്ഡ് ഇൻ ദ വേർഡ് ഡോക്യുമെന്റ്. ഓക്കെ, സോ നേറ്റീവ് ഫോർമാറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ കണ്ടന്റ് ആണ് കാണിക്കുന്നത്. ഇനി വ്യൂ ഫയൽസ് ഇൻ ഫിൽറ്റേർഡ് ടെക്സ്റ്റ് ഫോർമാറ്റ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ മെറ്റാഡേറ്റയും ഓണറിന്റെ ഡീറ്റെയിൽസ്, ആ പർട്ടിക്കുലർ ഫയലിന്റെ ഓണർ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ സ്റ്റെപ്സ് യു കെൻ സി ഓവർ ഹിയർ. ഓവർവ്യൂവിൽ എവിഡൻസിലാണ് നമ്മൾ ഇതിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിലെ ഡോക് ഫയല് സെലക്ട് ചെയ്ത് ദിസ് ഇസ് അൺഫിൽറ്റേർഡ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ഡോക്യുമെന്റ് ഫയൽസ് മാത്രമല്ല വരുന്നത്, എല്ലാ ഫയൽസും വരുന്നുണ്ട്. അതിൽ നിന്ന് വി ക്യാൻ സെലക്ട് ദ ഡോക്യുമെന്റ് ഫയൽ. ഈ റൈറ്റ് സൈഡിലെ ഈ പെയിനിലാണ് വ്യൂ ചെയ്യുന്നത്. സോ വ്യൂ ഫയൽസ് ഇപ്പൊ കിടക്കുന്നത് വ്യൂ ഫയൽസ് നേറ്റീവ് ഫോർമാറ്റ് ആണ്. ഇവിടെ ഫോർമാറ്റ് നമുക്ക് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ മെറ്റാഡേറ്റ ഡിസ്പ്ലേ ചെയ്യാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫയൽസ് ക്യാൻ ബി ഷോൺ. അതിന്റെ കാറ്റഗറീസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എവിഡൻസ് ഐറ്റംസ്, ഫയൽ ഐറ്റംസ്, ഫയൽ സ്റ്റാറ്റസ്, ഫയൽ കാറ്റഗറി. ഈ ഫയൽ കാറ്റഗറിയിൽ ഡോക്യുമെന്റ് കാറ്റഗറി സെലക്ട് ചെയ്തപ്പോഴാണ് ഈ 13 ഫയൽസ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തെ ഒരു test.docx എന്ന് പറയുന്ന ഫയൽ സെലക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് കണ്ടന്റ്, ആ പർട്ടിക്കുലർ ഫയലിന്റെ കണ്ടന്റ് കാണാൻ പറ്റുന്നത്. ഡിപ്പെൻഡിങ് ഓൺ വാട്ട് സോർട്ട് ഓഫ് സെലക്ഷൻ we have given over here. നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ, you can see over here the cursor is, I'm showing you through the cursor. ടെക്സ്റ്റ് ഫയൽ ആയിട്ടോ ഹെക്സാഡെസിമൽ ഫയൽ ആയിട്ടോ ഫിൽറ്റർ ചെയ്ത് അതിന്റെ ഫിൽറ്റേർഡ് ഡോക്യുമെന്റ് ആണെന്നുണ്ടെങ്കിലാണ് മെറ്റാഡേറ്റ ഡിസ്പ്ലേ ആകുന്നത്. സോ മെറ്റാഡേറ്റ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് അങ്ങനത്തെ കുറെ ഓപ്ഷൻസ്. ദിസ് ഇസ് ദ ഡെമോ വേർഷൻ ഓഫ് FTK. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് അടുത്ത കണ്ടോ, വ്യൂ ഇൻ ഫിൽറ്റേർഡ് ടെക്സ്റ്റ് ഫോർമാറ്റ്. ഇതിൻ്റെ അകത്ത് ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ മെറ്റാഡേറ്റ എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഡിജിറ്റൽ എവിഡൻസ് ട്രസ്റ്റ് വേർതിനെസ്. ഇത് ഒറിജിനേറ്റ് ചെയ്തത് പ്രീവിയസ്ലി എല്ലാം ഹാർഡ് കോപ്പീസിലാണ് എവിഡൻസ് സബ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ റിട്ടേൺ ഡോക്യുമെന്റ്സിനെ
എഴുതിയ ആൾ ഡയറക്ട്ലി ആ ഇൻസിഡന്റിനെ കുറിച്ചോ ആ ക്രൈമിനെ കുറിച്ചോ അറിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ടെസ്റ്റിമണി ആയിട്ടാണ് റിട്ടേൺ ഡോക്യുമെന്റ്സ് ഇൻ ദ കമ്പ്യൂട്ടറിനെ കാണുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് എവിഡൻസ് ദാറ്റ് ക്യാൻ ബി ഗോട്ട്. ഒറിജിനൽ എവിഡൻസ്, ബെസ്റ്റ് എവിഡൻസ് റൂൾ പ്രകാരമാണ് ഈ റിട്ടേൺ ഡോക്യുമെന്റ്സ് പ്രസന്റ് ചെയ്തിരുന്നത്. ഓക്കെ, നൗ ബെസ്റ്റ് എവിഡൻസ് റൂൾ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? To prove the content of a written document, recording or photograph, ordinarily the original writing, recording or photograph is required. അപ്പം നമ്മൾ കാണിക്കേണ്ടത് is that ആ പർട്ടിക്കുലർ ഡോക്യുമെന്റോ റെക്കോർഡിങ്ങോ ഫോട്ടോഗ്രാഫോ ഒറിജിനൽ ആയിട്ടുള്ളത് തന്നെയാണ്, ചേഞ്ചസ് വന്നിട്ടില്ലാത്ത ആ പർട്ടിക്കുലർ ടൈം. അപ്പൊ ടൈം സ്റ്റാമ്പും കാര്യങ്ങളും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അയാളുടെ ഡിവൈസ്, അതിൻ്റെ ഐഡന്റിറ്റി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡോക്യുമെന്റ് ഒറിജിനൽ ആണ് എന്ന് കാണിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് എവിഡൻസ്. സോ ദാറ്റ് ഇസ് ഹിയർസേ അല്ലാതെ ഡോക്യുമെന്റ് ക്യാൻ ബി പ്രസന്റഡ് ഇൻ കോർട്ട്. ഓക്കെ, ഇനി ഫെഡറൽ റൂൾസ്, US-ലുള്ള റൂൾസ് ഓഫ് എവിഡൻസ് ആണ്. അലൗ എ ഡ്യൂപ്ലിക്കേറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഒറിജിനൽ വെൻ ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം ഇംപ്രഷൻ ആസ് ദ ഒറിജിനൽ ബൈ മെക്കാനിക്കൽ ഓർ ഇലക്ട്രോണിക് റീ റെക്കോർഡിംഗ്. എന്ന് വെച്ചാൽ ചുമ്മാ ഒരു കോപ്പി എടുത്തിരിക്കുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഒറിജിനലിന്റെ സെയിം സ്റ്റാറ്റസിൽ കാണാനായിട്ട് പറ്റും. അതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷ് വാല്യൂസ് കാണിക്കുന്നത്. ദാറ്റ് ഇസ് ഒറിജിനലിന്റെയും ഈ കോപ്പിയുടെയും ഹാഷ് വാല്യൂ സെയിം ആണ് എന്ന് നമുക്ക് കാണിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ the court will accept it as the same data. Okay, or any other equivalent technique നമുക്ക് കാണിക്കാൻ പറ്റണം that the copy is that of the original. ഓക്കെ, ഇനി ബിറ്റ് സ്ട്രീം കോപ്പീസ് ഓഫ് ഡേറ്റ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് കാണിക്കേണ്ടി വരുന്നത് ആ ബിറ്റ് സ്ട്രീം കോപ്പി ആഫ്റ്റർ മേക്കിംഗ് ദ കോപ്പി ചേഞ്ചസ് ഹാവ് നോട്ട് ഒക്കർഡ്, കറപ്ഷൻ ഓഫ് ഡേറ്റ ഹാസ് നോട്ട് ഒക്കർഡ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് if we can show that it is the copy of the original, then it will be accepted in court as authentic evidence. Okay, ഇനി supposing ഒരു ഹാർഡ് ഡ്രൈവ് ക്രാഷ് ചെയ്തു, ഒറിജിനൽ ഹാർഡ് ഡ്രൈവ് ക്രാഷ് ചെയ്തു, പക്ഷേ നമ്മൾ അതിനു മുമ്പ് കോപ്പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് യു റിമെമ്പർ ദ റൂൾ ഓഫ് ഫോറൻസിക് എവിഡൻസ് കളക്ഷൻ ഇസ് ദാറ്റ് വി വർക്ക് ഓൺ കോപ്പീസ് ഓഫ് കോപ്പി. ഓക്കെ, അപ്പോൾ ഒറിജിനൽ ഡ്രൈവിൻ്റെയോ എവിഡൻസിൻ്റെയോ കോപ്പി എടുത്തിട്ട് അതേലും നമ്മൾ വർക്ക് ചെയ്യത്തില്ല, അതിൻ്റെ കോപ്പീസ് എടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഈവൻ ഇഫ് ദ ഒറിജിനൽ ഡ്രൈവ് ഹാസ് ക്രാഷ്ഡ്, നമുക്ക് ഈ ഒറിജിനൽ കോപ്പി നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്ത കോപ്പി ഒറിജിനൽ ആയിട്ട് കരുതാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ് ഇസ് ഓൺലി ഡൺ വെൻ ദ ഹാർഡ് ഡ്രൈവ് ഹാസ് ക്രാഷ്ഡ് ആഫ്റ്റർ ദ കോപ്പി ഹാസ് ബീൻ ഫോറൻസിക്കലി സേവ്ഡ്. ഓക്കെ, സോ ഇവിടെ ചെയിൻ ഓഫ് കസ്റ്റഡി ആണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. വി ഷുഡ് ബി ഏബിൾ ടു ഷോ ദാറ്റ് വൺസ് ദ കോപ്പി ഹാസ് ബീൻ മെയ്ഡ്, നമ്മുടെ ഈ ചെയിൻ ഓഫ് കസ്റ്റഡിയിൽ നിന്നും വെളിയിലോട്ട് ആ എവിഡൻസ് പോയിട്ടില്ല എന്ന് നമുക്ക് കാണിക്കാനായിട്ട് പറ്റണം. ഓക്കെ, ദാറ്റ്സ് വൺ കേസ്. ഇനി രണ്ടാമത്തെ കേസ് വെൻ കോപ്പീസ് ആർ അക്സെപ്റ്റബിൾ ഇസ് ഇഫ് റിമൂവിംഗ് ദി ഒറിജിനൽ കമ്പ്യൂട്ടർ ഇസ് നോട്ട് പോസിബിൾ. Okay, maybe it can harm the business or its owner or some other innocent people who use the services on that particular computer. അങ്ങനത്തെ എന്തെങ്കിലും കേസസിൽ നമുക്ക് ആ ഒറിജിനൽ കമ്പ്യൂട്ടറിനെ അക്വയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ കോപ്പീസിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ സ്റ്റീവ് ജാക്സൺ ഗെയിംസ് വാസ് ഹാംഡ് ഇൻ ദിസ് മാനർ. എക്സാമ്പിൾ ആണ് when the Secret Service seized all computers because BBS users placed evidence of a crime on them. Okay, so ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്റ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് അറിയാതെ യൂസേഴ്സ് ചെയ്ത ഒരു കാര്യമാണ്, പക്ഷെ ആ കമ്പനിക്കാണ് ലോസുകൾ ബെയർ ചെയ്യേണ്ടതായിട്ട് വന്നത്. സോ ദ കമ്പനി സ്യൂഡ് ദ സീക്രട്ട് സർവീസ് ആൻഡ് ദേ വൺ. ഓക്കെ, സോ അതുകൊണ്ടാണ് അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു കേസിൽ നമുക്ക് കോപ്പീനെ എടുത്തിട്ട് കോപ്പി യൂസ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നൗ the next section is collecting evidence in private sector incident scenes. Collecting evidence in private sector incident scenes. Okay, now private sector organizations എന്തൊക്കെയാണ്? Okay, businesses and government agencies that aren't involved in law enforcement. Okay, so it is not just government agencies അല്ലാത്ത എല്ലാ ഓർഗനൈസേഷൻസും പ്രൈവറ്റ് സെക്ടർ ആണെന്നല്ല. ലോ എൻഫോഴ്സ്മെന്റ് ആണ് ഡയറക്ട്ലി
പബ്ലിക് സെക്ടർ ഈ കേസിൽ കൺസേൺ നമ്മളിവിടെ ഇൻസിഡന്റ് റെസ്പോൺസും ഇൻസിഡന്റ് ക്രൈമിനെ ഫോറൻസിക്കലി എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നതായതുകൊണ്ട് നമ്മുടെ കേസിൽ പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ്. ഈ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിന്റെ കാറ്റഗറിയിൽ വരാത്ത ഏത് ഓർഗനൈസേഷന്റെയും എവിഡൻസ് കളക്ഷൻ പ്രൈവറ്റ് സെക്ടർ എവിഡൻസ് കളക്ഷനിലാണ് വരുന്നത്. ഓക്കെ, സോ ദീസ് ഏജൻസീസ് must comply with a particular state or countryയുടെയോ പബ്ലിക് ഡിസ്ക്ലോഷർ ആൻഡ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ടുമായിട്ട് കംപ്ലൈ ചെയ്യണം. ഓക്കെ, ആൻഡ് ഇത് കംപ്ലയൻസോടുകൂടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് പബ്ലിക് റെക്കോർഡ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിഡൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നൗ ഇൻ അമേരിക്ക ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് അലൗസ് സിറ്റിസൺസ് ടു റിക്വസ്റ്റ് കോപ്പീസ് ഓഫ് പബ്ലിക് ഡോക്യുമെന്റ്സ് ക്രിയേറ്റഡ് ബൈ ഫെഡറൽ ഏജൻസ്. നമ്മുടെ ഇന്ത്യയിലും ഈ റിക്വസ്റ്റ് ഫോർ RT റൂൾസ് ഉണ്ട് വിച്ച് വി ക്യാൻ റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. സിമിലർ റൂളാണ് വിച്ച് ഇസ് ആപ്ലിക്കബിൾ ഓവർ ഹിയർ ഓൾസോ. ഓക്കെ, നൗ a special category of private sector businesses ആണ് ISPs-ഉം communication companies. അപ്പോൾ നമ്മുടെ കേസിൽ I told you most of the crimes occur through either cell phones or mobile devices. അതുകൊണ്ട് തന്നെ ISPs-ഉം കമ്മ്യൂണിക്കേഷൻ കമ്പനീസിൽ നിന്നും പലപ്പോഴും ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എവിഡൻസ് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. ഓക്കെ, സോ ദാറ്റ് ഇസ് കൺസിഡേർഡ് ഡയറക്ട്ലി ലോ എൻഫോഴ്സ്മെന്റുമായിട്ട് അവർക്ക് ബന്ധമൊന്നും ഇല്ലാത്തത് കാരണം പ്രൈവറ്റ് സെക്ടർ എവിഡൻസ് കളക്ഷനിലാണ് ഈ ISP-യും കമ്മ്യൂണിക്കേഷൻ കമ്പനീസും ഒക്കെ വരുന്നത്. ഓക്കെ, നൗ ISPs-ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം ഇഫ് ദേ നോ ഓർ ദേ കസ്റ്റമർ or a user or an employee has reported some sort of crime. ISPs-ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും when they feel that അവരുടെ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് ഒരു അബ്യൂസ് നടന്നിട്ടുണ്ട്, ഒരു ക്രൈം കമ്പ്യൂട്ടർ ക്രൈം നടന്നിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നുവാണെങ്കിൽ ഓർ റിപ്പോർട്ട് ചെയ്യപ്പെടുവാണെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ഓക്കെ, ഇവിടെ എക്സംഷൻ ഉള്ളത് ഇസ് ആക്ടിവിറ്റീസ് that are deemed to create an emergency situation. Okay, for example, ഒരു ബോംബ് ത്രെട്ടോ ഒരു എനി കൈൻഡ് ഓഫ് നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂസോ അങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ അതിനെ പിന്നെ പ്രൈവറ്റ് സെക്ടർ എന്ന് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇറ്റ് ഹാസ് ടു ബി ഹാൻഡഡ് ഓവർ ടു ദ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ്. അത് ഡയറക്ട്ലി ISP-ക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഇല്ലാത്ത ഒരു ക്രൈം. ബാക്കി ക്രൈമുകളൊക്കെ തന്നെ ISP-ക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. Okay, next, investigating and controlling computer incident scenes in the corporate environment. എന്നുവെച്ചാൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിനും പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നോർമലി ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റി അല്ലാത്ത കാര്യങ്ങളൊക്കെ ലോ എൻഫോഴ്സ്മെന്റിന് ഇടപെടേണ്ട ആവശ്യമില്ല. only if you want to go for a criminal case, ആ കേസിൽ മാത്രമാണ് ലോ എൻഫോഴ്സ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എവിഡൻസ് കളക്ഷൻ ആവശ്യം വരുന്നുള്ളൂ. അല്ലെങ്കിൽ നോർമലി ഇറ്റ് വിൽ ബി ആൻ ഇൻസിഡന്റ് വിച്ച് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ വർക്ക് പ്ലേസ് ആൻഡ് ആ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ ആക്ഷൻ എടുക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉള്ള ക്രൈമുകളായിരിക്കും മോസ്റ്റ്ലി നടക്കുന്നത്. ഓക്കെ, നൗ ടിപ്പിക്കലി ബിസിനസ്സസ് ഹാവ് inventory databases of both hardware as well as software. So അവരുടെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവരുടെ സെക്യൂരിറ്റി പോളിസീസ് വയലേറ്റ് ചെയ്യുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ ഇന്റേണലി നടന്നിട്ടുണ്ടെങ്കിലാണ് ഫോറൻസിക് ടൂൾസ് യൂസ് ചെയ്ത് അതിന്റെ എവിഡൻസ് കളക്ട് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ആക്ഷൻസ് അവർക്ക് എടുക്കാം. ഓക്കെ, നൗ കോർപ്പറേറ്റ് പോളിസി യൂസ് ചെയ്ത് അങ്ങനെ ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് പോളിസി സ്റ്റേറ്റ്മെന്റ് എല്ലാവരും അറിഞ്ഞിരിക്കുന്നതായിരിക്കണം. അത് പ്രോപ്പറായിട്ട് ഡിസമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് അറിയാം എന്നുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ഈ പോളിസി സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് മിസ്യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ആക്ഷൻസ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ അണ്ടർ ദിസ് ഏതെങ്കിലും പോളിസി ഓർ മിസ്യൂസ് ഓഫ് അവരുടെ ആസറ്റ്സ് നടക്കുവാണെന്നുണ്ടെങ്കിൽ എവിഡൻസ് കളക്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, വിച്ച് മേ ഓൾസോ ലീഡ് ടു ക്രിമിനൽ ആക്ഷൻ, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, നൗ എന്തൊക്കെ കാര്യങ്ങളാണ് അലൗഡ് ആയിട്ടുള്ളത്? കോർപ്പറേറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആർ അലൗഡ് ടു കണ്ടക്ട് കോവേർട്ട് സർവേലൻസസ് വിത്ത് ലിറ്റിൽ ഓർ നോ കോസ്. കോവേർട്ട് സർവേലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവരുടെ വീഡിയോസോ ചാറ്റുകളോ ലോഗുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അവരുടെ പോളിസീസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അവർക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് കോർട്ടിന്റെ ജഡ്ജ് അലൗ ചെയ്യുന്ന വാറന്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് കമ്പ്യൂട്ടർ ഈ നെറ്റ്വർക്കും അതിന്റെ സിസ്റ്റംസും ഒക്കെ ഓൺ ചെയ്യുന്നത് ആ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വാറന്റ് ഇല്ലാതെ തന്നെ അവർക്ക് എവിഡൻസ് കളക്ട് ചെയ്ത് ആക്ഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആസ് ഐ ടോൾഡ് യു ഏർലിയർ വാർണിങ്ങും ബാനറും പോളിസി പബ്ലിക്കേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ വെൽ അവെയർ ആയിരിക്കണം അവിടുത്തെ എംപ്ലോയേഴ്സും യൂസേഴ്സും കസ്റ്റമേഴ്സും ഒക്കെ അവരുടെ പോളിസിയുമായിട്ട്. ഓക്കെ, വിതൗട്ട് ദാറ്റ് they cannot take any kind of action. In corporate investigators, when they are doing the investigation, they should know ഏത് സർക്കംസ്റ്റാൻസിലാണ് ഒരു പർട്ടിക്കുലർ എംപ്ലോയിയുടെ കമ്പ്യൂട്ടറിനെ എക്സാമിൻ ചെയ്യാൻ അവർക്ക് റൈറ്റ്സ് ഉള്ളത്. ദാറ്റ് ഓൾസോ വിൽ ബി ദെയർ ഇൻ ദിയർ പോളിസി. സോ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പോളിസീസും പ്രോസസ്സസും അവൈലബിൾ ആയിരിക്കണം അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇന്റേണലി ഇനിഷ്യേറ്റ് ചെയ്യണം. Okay, now if a corporate investigator finds that an employee is committing a crime, okay, or past tense already committed a crime എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് എന്തുവാ, അത് ഈ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ അവർ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിന് ഹാൻഡ് ഓവർ ചെയ്യുവാണ് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ, സോ ദെൻ ആഫ്റ്റർ ദാറ്റ് ദ എവിഡൻസ് കളക്ഷനും കാര്യങ്ങളും എല്ലാം വിൽ മൂവ് ടു ദ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി. അപ്പോൾ പോലീസിന് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ട കാര്യം. ഓക്കെ, നൗ നോർമലി എംപ്ലോയേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ എൻഫോഴ്സിങ് കമ്പനി പോളിസീസ്. അതുകൊണ്ട് അവരവരുടെ എംപ്ലോയീസിനെ ഇഫ് ഇറ്റ് ഇസ് ഓൺലി അവരുടെ കമ്പനിക്കുള്ളിൽ നടന്ന കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത്, ദേ വിൽ ജസ്റ്റ് ടേക്ക് ആക്ഷൻ വിതിൻ ദ കമ്പനി ആൻഡ് ദേ വിൽ നോട്ട് റിപ്പോർട്ട് ഇറ്റ് ടു ദ പോലീസ്. ക്രിമിനൽ ആക്ടിവിറ്റി ആണ് നടന്നിരിക്കുന്നതെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന നിർബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് നോർമലി ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പ്രോസിക്യൂട്ടിംഗ് ദിയർ എംപ്ലോയീസ്, ദേ ആർ ജസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ എൻഫോഴ്സിംഗ് ദിയർ കമ്പനി പോളിസീസ്. ഓക്കെ, സോ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് കമ്പനിയുടെ ആസറ്റുകളും പോളിസികളും സേഫ് ഗാർഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ പ്രൈവറ്റ് സെക്ടർ എവിഡൻസ് കളക്ഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now, supposing the company investigator has discovered a crime or evidence of crime, ചെയ്യേണ്ടത് determine whether the incident meets the elements of criminal law. അപ്പോൾ അവരെ അഡ്വൈസ് ചെയ്യാനായിട്ട് ലോയേഴ്സും അതിനനുസരിച്ചുള്ള ആൾക്കാരുണ്ടാവും അവരുടെ ടീമിൽ. അവരെ കൺസൾട്ട് ചെയ്ത് ഈ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ആദ്യം കണ്ടുപിടിച്ചിട്ട് ആ മാനേജ്മെന്റിനെയാണ് ഫസ്റ്റ് ഈ ഇൻസിഡന്റിനെ കുറിച്ച് ഇൻഫോം ചെയ്യേണ്ടത്. വൺസ് ദ മാനേജ്മെന്റ് ഹാസ് ബീൻ ഇൻഫോംഡ്, they are the ones who should decide whether the investigation should move on to law enforcement agencies or അവിടെ വെച്ച് തന്നെ അവർക്ക് നിർത്തണോ വേണ്ടിയോ എന്നുള്ളത് അവർക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതെല്ലാം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ കമ്പനിയുടെ ലോയേഴ്സ് ഉണ്ടായിരിക്കും. ആ ലോയേഴ്സ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. വൺസ് ദ ലോയർ ഹാസ് determined that a criminal activity has occurred and it has to be moved on to law enforcement agencies, then the appropriate ആയിട്ടുള്ള അഫിഡാവിറ്റുകൾ അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, നൗ becoming an agent of law enforcement. Okay, if law enforcement officers ask you to find more information, you are at legal risk. Okay, so supposing നമ്മൾ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്ക് വേണ്ടി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പം അതിൻ്റെതായിട്ടുള്ള കോർട്ട് ഓർഡേഴ്സും സബ്പീനേഴ്സും വാറന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. സോ അതുണ്ടെങ്കിൽ മാത്രമേ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫോർവേഡ് അടുത്ത സ്റ്റെപ്പുകൾ എടുക്കാൻ പാടുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് വി ആസ് പ്രൈവറ്റ് സിറ്റിസൻസ് ഓർ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ്, വി ഡു നോട്ട് ഹാവ് ദ റൈറ്റ് ടു do anything for actual law enforcement. Okay, so with this I would like to conclude today's class. Aduthathu is processing law enforcement crime scenes, which we will look at in the next class. Thank you.